കൂട്ടുകാരിൽ നിന്ന് നമുക്ക് ടാറ്റ പ്ലേയുടെ അല്ലെങ്കിൽ ടാറ്റ സ്കൈയുടെ KU ബാൻഡ് LNB എങ്ങനെ മോഡിഫൈ ചെയ്യാം എന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാം. മോഡിഫൈ ചെയ്യുന്ന വീഡിയോ മുമ്പ് ഞാനൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ചെറിയൊരു രീതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ചെറിയൊരു വ്യത്യസ്തമായിട്ട് രീതിയിലാണ് ചെയ്യുന്നത്. ഇത് LNBയുടെ നമുക്ക് കപ്പ് അഴിക്കാത്ത രീതിയിൽ LNB കപ്പ് അഴിക്കാത്ത രീതിയിലാണ് നമുക്കിന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇനി നമുക്ക് ടാറ്റ സ്കൈയുടെ 101 മോഡൽ LNB ഇതിൻ്റെ കപ്പ് അഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയാണ്, ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഇതുപോലെയാണ് ഉണ്ടാവുക. ഇതുപോലെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, ആ രീതിയിലാണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കപ്പ് അഴിക്കാത്ത രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് LNBയുടെ ഈ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ഈ പൈപ്പ് ഇതിലേക്ക് ഇറക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കപ്പ് കട്ട് ചെയ്തെടുക്കണം. അതിന് നമുക്ക് കൃത്യമായ രീതിയിൽ സെൻറ്ററിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യാം. ഇതുപോലെ മാർക്ക് ചെയ്ത് അത് കട്ട് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം, നമുക്കിതിലേക്ക് ഒന്ന് വാട്ടർ പ്രൂഫ് ചെയ്യാം, മറ്റൊന്ന് പ്രാണികളും മറ്റൊന്നും എട്ടുകാലി മറ്റ് പ്രാണികളൊന്നും ഇതിന് LNB ഉള്ളിലേക്ക് കയറാത്ത രീതിയിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിത് സെൻറ്ററിൽ റൗണ്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കത്രികയോ ബ്ലേഡോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത വരയ്ക്ക് ഉള്ളിലായിട്ട് ചെയ്യുകയാണ് നല്ലത്. എങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്ന പൈപ്പ് ഇതിൻ്റെ ഉള്ളിൽ ടൈറ്റായിട്ട് നിൽക്കും. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് ഇനി നമുക്ക് പൈപ്പ് ഇതിൽ ഫിറ്റ് ചെയ്യണം. പ്രധാനമായും നമ്മൾ ഔട്ട് ഓഫ് കവറേജ് സാറ്റലൈറ്റുകൾ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ LNB മോഡിഫൈ ചെയ്യുന്നത്. മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ ചിലവിൽ ഔട്ട് ഓഫ് കവറേജ് സാറ്റലൈറ്റുകൾക്ക് LNBകൾ ഫിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഇന്ന് ഇതിനാവശ്യമായ പൈപ്പ്, ഇതിൽ LNBയിലേക്ക് ഇറക്കി വയ്ക്കേണ്ട പൈപ്പ് 12 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 13 സെൻറ്റിമീറ്റർ, നിങ്ങൾക്ക് രണ്ടും ചെയ്ത് പരീക്ഷിച്ച് നോക്കാം. ഞാൻ ചെയ്ത് നോക്കിയതിൽ എനിക്ക് 13 സെൻറ്റിമീറ്ററാണ് നല്ല സിഗ്നൽ ലഭിക്കുന്നതായിട്ട് തോന്നിയത്. അപ്പോൾ ഇതിൽ കറക്റ്റായ പൈപ്പ് ഞാൻ 13 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് LNBക്ക് ഉള്ളിലേക്ക് ഫിക്സ് ചെയ്യുകയാണ് വേണ്ടത്. ഇനി കുഴിവ് കുറഞ്ഞ ഡിഷാണെന്നുണ്ടെങ്കിൽ 6 ഫീറ്റ് ഡിഷിലേക്കുള്ള കുഴിവ് കുറഞ്ഞ ഡിഷാണെന്നുണ്ടെങ്കിൽ നമുക്ക് 12 സെൻറ്റിമീറ്ററിലും പൈപ്പ് കട്ട് ചെയ്യാം. ഇതുപോലെ 13 അല്ലെങ്കിൽ 12 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്ത പൈപ്പ് ഈ ടാറ്റ സ്കൈ LNBയിലേക്ക് ഇറക്കി വെച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം സ്കാലറിങ് ഹോം മെയ്ഡ് സ്കാലറിങ് ആണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. സ്കാലറിങ്ങിലേക്ക് പൈപ്പ് ഇറക്കി വയ്ക്കുമ്പോൾ 1 ഇഞ്ച് ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കുന്ന രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. ഇതുപോലെ 1 ഇഞ്ച് ഉള്ളിലേക്ക് സ്കാലറിങ്ങിൻ്റെ ഉള്ളിലേക്ക് താഴ്ഭാഗത്തേക്ക് 1 ഇഞ്ച് താഴ്ത്തി വയ്ക്കുന്ന രീതിയിലായിരിക്കണം ഇത് ഇറക്കി വെക്കേണ്ടത്. നിങ്ങളുടെ ഡിഷിൻ്റെ കുഴിവിനനുസരിച്ച് സ്കാലറിങ് പൊക്കിയും താഴ്ത്തിയും ചെയ്ത് നോക്കുക. എവിടെയാണ് നമുക്ക് സിഗ്നൽ കൂടുതൽ ലഭിക്കുന്നത് എന്ന രീതിയിൽ ഫിക്സ് ചെയ്യുക. ഞാൻ ഫിറ്റ് ചെയ്ത സമയത്ത് എനിക്ക് 1 ഇഞ്ച് ഈ പൈപ്പ് സ്കാലറിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് എനിക്ക് സിഗ്നൽ കൂടുതൽ ലഭിച്ചത്. ഞാൻ ഫിക്സ് ചെയ്തത് 80 ഡിഗ്രി എക്സ്പ്രസ് സാറ്റലൈറ്റ് ആണ്. 80 ഡിഗ്രി എക്സ്പ്രസ്സിൽ നമുക്ക് ഫ്രീ ചാനലുകളും പേ ചാനലുകളും വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് മുഴുവൻ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.